ഞാൻ അപ്പോഴും അറിയുന്നില്ല, ഇവരേതാണ്ട് ഒരു 500ഓളം വില്ലന്മാരെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇതിനു മുൻപ് ചക്രത്തില്. എന്നിട്ട് വില്ലനെ കിട്ടിയിട്ടില്ല. അപ്പൊ സാർ ഉദ്ദേശിക്കുന്ന ഒരു വില്ലനുണ്ടല്ലോ, ആ വില്ലൻ എത്തിയിട്ടില്ല. ആ വില്ലനായിരിക്കും ഈ കള്ളവണ്ടി കയറിയിട്ട് ഈ എത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒരു കണക്കാണത്. നമുക്ക് ഓരോന്ന് ചെയ്തു തരുമ്പോഴും നമുക്ക് ആ ഒരു നമുക്കുള്ളത് എവിടെയോ ഉണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. സമയം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് ശ്രീനിവാസേട്ടൻ പറഞ്ഞ മാതിരി ആ ഒരു ടൈം ആയിരിക്കണം. അങ്ങനെ ഞാൻ അപ്പോൾ നീ എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഇവരെല്ലാവരും ഒരു 5:30 ആയപ്പോഴേക്കും എത്തി. അപ്പോൾ അവിടെ തന്നെ ഇവരെല്ലാവരും വന്നിട്ട് എന്നെ കണ്ടു. അപ്പോൾ സാറിനോട് ഞാൻ മറിയുന്നു. ഒരു ഡിസ്കഷനാണ്, നീണ്ട ഡിസ്കഷൻ, ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഡിസ്കഷൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വന്ന മെയിൻ വില്ലന്മാരുടെ പലരുടെയും ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്. പലത് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഫോട്ടോയുടെ ഒരു എന്താ പറയുക, ഒരു 3 ചാക്കുണ്ട് അവിടെ, കൂമ്പാരം. അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കിട്ടത്തില്ല. കാരണം ഇതിൽ നിന്നല്ലേ സോർട്ട് ചെയ്യേണ്ടത്. പോരാത്തതിന് തമിഴിലെ വില്ലനാണ് ആദ്യം ചെയ്തിരുന്നത് നമ്മളുടെ. അപ്പോൾ ഇനിയും അത് തന്നെയായിരിക്കും. ആരെയും വേണേൽ സ്വീകരിക്കാമല്ലോ, കാരണം അത്രയും വലിയൊരു പടമാണ്, ഭയങ്കര സെൻസേഷനുള്ള ഒരു ഫിലിമാണ്. പിന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബഡ്ജറ്റ് ഫിലിമാണ്. 90 ദിവസമാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു ചെറിയൊരു പടം അല്ല അത്. ഒരു മലയാള പടം 90 ദിവസം ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലെവല് വേറെയാണ്. അതുകൊണ്ടാണ് ഈ പടം ഇന്നും അതിലെ ക്യാമറമാൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് അസാധ്യമാണ്. രാജീവ് സാറ് അത് ഇല്ലെന്ന് പറയണ്ട. കാരണം രാത്രിയെന്നോ പകലെന്നോ ഇല്ല, ഓരോ ലോറി പാസ് ചെയ്യുന്നതും പോകുന്നതും, അങ്ങനെ എത്ര ദിവസം ലോറി പാസിങ് മാത്രം എടുത്തിട്ടുണ്ടെന്നറിയാം. അത് ലോറി താവളങ്ങൾ എടുക്കാനായിട്ട് അദ്ദേഹം അതിനുവേണ്ടി രാജീവ് സാർ. അതുപോലെ ഞങ്ങൾ അഭിനയിക്കുമ്പോഴായാലും അദ്ദേഹം പറയും, ഞാൻ ചോദിക്കും, ഇപ്പോൾ എനിക്ക് എപ്പോഴും ഈ പറയുന്ന മാതിരി ടെൻഷനുള്ള ഒരാളാണ്, ടെൻഷൻ്റെ കൂടെ പുറപ്പാണ്. ഞാൻ ചെന്നിട്ട് ചോദിക്കും, സാറേ എങ്ങനെയുണ്ട്? എടാ നന്നായിട്ടുണ്ട്. രാജീവ് സാർ പറയും, എടാ നന്നായിട്ടുണ്ട്, നീ ഭാവം കളയണ്ട, അങ്ങനെ കീപ്പ് ചെയ്തു. അപ്പോൾ പുള്ളി ഒരു ഷോട്ട് എടുത്തപ്പം പുള്ളി ലോഹി സാറിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവൻ്റെ മുഖത്ത് എത്ര ഭാവമാണ് മിന്നി തെളിഞ്ഞു. അപ്പം ഞാനിത് കേൾക്കണില്ല, ഞാൻ പുറകിൽ നിൽക്കുക. രാത്രി 3 മണി ഷൂട്ടാണ്, എന്നെ കുത്തുന്ന സീനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവൻ്റെ മുഖത്ത് എത്ര ഭാവമാണ്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് ഇതാവുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ഇതാവുക, പെട്ടെന്ന് ഒരു വേറെ മാനസത്തിലേക്ക് പോവുക.